പാകിസ്ഥാന്റെ മുൻകാല ചെയ്തികളൊക്കെ തന്നെ ലോകരാജ്യങ്ങൾക്ക് നന്നായി അറിയാവുന്നതാണ്. പലപ്പോഴും അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ തീവ്രവാദത്തെ മുഴുവൻ പ്രോത്സാഹിപ്പിച്ചതും തീവ്രവാദ ആക്രമണം നടത്തിയതും ഞങ്ങളാണ് എന്നുള്ളതിന് തെളിവുണ്ടോ? ഈ തെളിവുകളുടെ കാര്യത്തിലാണ് പലപ്പോഴും ഇത് വേണ്ടത്ര മുറുകാതെ പോയിട്ടുള്ളത്. ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, പാകിസ്ഥാൻ വേണ്ട തരത്തിൽ ഈ തീവ്രവാദ പ്രോത്സാഹനം നടത്തുന്നുണ്ട്. തീവ്രവാദികൾക്ക് പ്രത്യേകമായ ഹബ്ബുള്ള ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറി. പാകിസ്ഥാൻ്റെ ധനകാര്യം മുഴുവൻ ഈ തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നു. അതുപോലെ മറ്റു പല രാജ്യങ്ങൾക്കും തീവ്രവാദ സഹായം എത്തിക്കുന്നതിലും പാകിസ്ഥാൻ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യയുടെ മേലും പലതരത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് പറയുമ്പോഴും അവർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിന് വേണ്ടത്ര തെളിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. തെളിവുണ്ട് എന്ന് ശക്തമായിട്ട് ഇന്ത്യ ഇക്കുറി രംഗത്ത് വന്നിരിക്കുകയാണ്. അതിന് വേണ്ട തരത്തിലുള്ള സാഹചര്യങ്ങൾ, വിശ്വസനീയമായ തെളിവ് കിട്ടിയെന്നാണ് ഇന്ത്യ നമ്മളിപ്പോൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നത്. നിഷ്പക്ഷ അന്വേഷണത്തിന് തയ്യാറെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. എന്തായാലും ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന് ബന്ധമുണ്ടെന്നതിന് വിശ്വസനീയമായ തെളിവ് ലഭിച്ചിട്ടുണ്ടെന്ന് ലോകരാജ്യങ്ങളെ തന്നെ നമ്മൾ ധരിപ്പിച്ചിരിക്കുകയാണ്. അത് രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറിയ സാങ്കേതിക തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വിവരമാണ് ഇന്ത്യ ലോകരാജ്യങ്ങളെ ബോധിപ്പിച്ചിരിക്കുന്നത്. ഇതിന് ഡിജിറ്റൽ തെളിവുകളാണ്, അതായത് ദൃക്സാക്ഷികളുടെ അടക്കം നിർണായക തെളിവുമുണ്ടെന്നാണ് അന്താരാഷ്ട്ര സമൂഹത്തെ ഇന്ത്യ ബോധ്യപ്പെടുത്തിയത്. ഈ അന്താരാഷ്ട്ര സമൂഹത്തെയും ബോധ്യപ്പെടുത്തണം. തക്കതായ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു തന്ത്രത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നതിൽ അമേരിക്കയ്ക്കും ഇക്കാര്യത്തിൽ പൂർണ്ണമായും യോജിപ്പ് മാത്രമാണുള്ളത്. അമേരിക്ക പലവട്ടം പാകിസ്ഥാനുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളതാണ്. അതായത് ട്രംപ് തന്നെ ചർച്ച നടത്തിയിട്ടുള്ളതാണ്. ട്രംപ് വെച്ചിട്ടുള്ള കാര്യങ്ങളോടൊന്നും തന്നെ അനുകൂലമായിട്ട് പോകാൻ, യോജിച്ചു പോകാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല. ഇന്ത്യയും US-ഉമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാന് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുപോലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുമായി ഇന്ത്യക്ക് ഉണ്ടാകുന്ന ബന്ധം, പ്രത്യേകിച്ച് സൗദി പോലുള്ള ഒരു രാഷ്ട്രവുമായിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് 10 വർഷം തികയുന്നതിനിടയ്ക്ക് 3 തവണയാണ് സൗദിയിൽ പോയിട്ടുള്ളത്. ഈ കാശ്മീരിലെ ഭീകരാക്രമണം നടക്കുമ്പോൾ തന്നെ നരേന്ദ്രമോദി സൗദിയിലായിരുന്നു. അവിടെ സൗദി രാജകുമാരൻ്റെ ഈ വിരുന്നെല്ലാം തന്നെ റദ്ദ് ചെയ്താണ് അദ്ദേഹം നേരെ നമ്മുടെ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത്. അത്ര ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇതെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചപ്പെടുത്തിയത്. ഇനി അത് നമ്മുടെ സിന്ധു നദീജല കരാറ് തന്നെ റദ്ദ് ചെയ്തുകൊണ്ട്, മരവിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോവുക. അതൊരു പക്ഷേ ജലയുദ്ധമായിരിക്കും. പക്ഷേ ആ ജലയുദ്ധം നേരിടാൻ ആയിട്ട് ഈ ഇന്ത്യ തയ്യാറാണെന്നുള്ളതാണ്. കാരണം ഇത്തരത്തിൽ മാത്രമേ, നമ്മൾ പറയാറില്ലേ പഴമക്കാരെ, വെള്ളമിറങ്ങാതെ ചത്തുപോകുമെന്ന്. ശരിയാണ്, പാകിസ്ഥാനെ ഉപയോഗിക്കാൻ പോകുന്നത് അത്തരത്തിലാണ്. വെള്ളം കൊടുക്കാതെ കൊല്ലുക എന്നുള്ള രീതി തന്നെയാണ്. കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് കശ്മീരിലേക്ക് വിദേശികൾ അടക്കമുള്ളവർ എത്തുന്നത്. ഇന്ത്യക്ക് അകത്തു നിന്നുള്ളവർ ധാരാളം എത്തുന്നുണ്ട്. അവരെ മതം നോക്കി, ജാതി നോക്കി ഈ നരാധമന്മാർ കൊന്നുവീഴ്ത്തുമ്പോൾ ഇവരോട് തിരികെ നടത്തേണ്ടത് ഇതിലും 10 മടങ്ങ് ക്രൂരതയോടുകൂടി തന്നെ പോകണം എന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മണിക്കൂറുകൾക്കകം നരേന്ദ്രമോദിയും അമിത്ഷായും ജയശങ്കറുമുള്ള വിദഗ്ധരൻ കാര്യങ്ങൾ തീർച്ചപ്പെടുത്തിയത്. ഇനിയും ഈ ജലം കൊടുക്കുന്നത് മരവിപ്പിക്കുക എന്നുള്ളത്. നദിയിലെ 80% ജലവും വിനിയോഗിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണ സമയങ്ങളിൽ പോലും വെള്ളത്തിന് ദൗർലഭ്യം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ വരൾച്ചക്കാലത്തെ സ്ഥിതി പിന്നെ പറയേണ്ടതില്ലല്ലോ. അവരുടെ കാർഷികമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഇതോടുകൂടി തകരാറിലാകും എന്നുള്ളതാണ്. ജനജീവിതം തന്നെ തകർന്നു പോവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ
ഇവരിതിനെ ജലയുദ്ധമായി പരിഗണിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയെ ഭയപ്പെടുത്താൻ വരുന്നത്. ഈ വലിയ വെടിക്കെട്ടുകാരൻ്റെ അടുക്കലാണോ ഈ ഇടയ്ക്കകുട്ടി ഭയപ്പെടുത്തുന്നത്? അത്തരത്തിലുള്ള ഒരു നീക്കമാണ് തങ്ങൾ നടത്താൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഭയപ്പാട് നടത്തുകയാണ്. അപ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികളുമായി വിദേശകാര്യ മന്ത്രാലയം ആശയവിനിമയത്തിലാണ് പാകിസ്ഥാന്റെ പങ്കിനെക്കുറിച്ച് ഇന്ത്യ ധരിപ്പിച്ചത് എന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു. 13 ലോക നേതാക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ വിളിച്ച് വിവരം കൈമാറുകയും ചെയ്തു. പ്രധാനപ്പെട്ട 13 ലോക നേതാക്കന്മാർക്കാണ്. വിദേശകാര്യ സെക്രട്ടറിയും നേതൃത്വത്തിൽ 30 അംബാസഡർമാരുമായി ചർച്ച നടത്തി. അതുപോലെ തന്നെ ഭീകരവാദികളുടെ ഇലക്ട്രോണിക് ഒപ്പുകൾ പാകിസ്ഥാനിലെ 2 കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ കണ്ടെടുത്തുകയും ചെയ്തു. ഇത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. അതുകൊണ്ടാണ് ഇന്ത്യ പറയുന്നത്, അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ കൊടുക്കാനായിട്ട് ഞങ്ങളുടെ പക്കൽ തെളിവുണ്ട്. പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറി ഇന്ത്യയിലെത്തി ഒളിച്ചു പാർത്ത ഭീകരവാദികളെ കണ്ടെത്താനായിട്ടുണ്ട്. അത് ഏറ്റവും വലിയ തെളിവാണ്. പാകിസ്ഥാന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തിപ്പെടുത്താനും അതുവഴി ഒറ്റപ്പെടുത്തുക, ഉപരോധം ഏർപ്പെടുത്തുക, അവരുടെ അതോടുകൂടി ഈ രാജ്യം തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. പിന്തുണ അറിയിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്ക് നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രിയും നന്ദി അറിയിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇന്ത്യ സുരക്ഷിതമാണെന്ന് രാഷ്ട്രപ്രതിനിധികളെ ഇന്ത്യ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു പുതിയൊരു നയത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇപ്പോൾ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെട്ട് നിൽക്കുക. ഒരു രാജ്യം എല്ലാ തരത്തിലും തകർന്നടിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ഉപരോധം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. പാകിസ്ഥാൻ പൊതുവെ സാമ്പത്തികമായിട്ടൊക്കെ തകർന്നു നിൽക്കുന്ന ഇടമാണ്. അവിടെ അവരുടെ ധനം മുഴുവൻ ഉപയോഗിക്കുന്നത് തീവ്രവാദത്തിന് വേണ്ടി തന്നെയാണ്. അത് സൈന്യമായാലും ഭരണാധികാരിയായാലും സൈന്യമാണ് അവിടെ ഭരണം നടത്തുന്നത്. അങ്ങനെ ഒരു നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി തീർന്നിരിക്കുകയാണ് പാകിസ്ഥാൻ. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഉപരോധം കൂടി ഉണ്ടാകുമ്പോൾ ആ ഉപരോധം അവർക്ക് താങ്ങാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. അത് പാകിസ്ഥാൻ എന്നല്ല, ഏത് രാജ്യത്തിനും മേൽ മറ്റുള്ളവർ ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ അത് എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ട് അതിൻ്റെ സമ്പദ്ഘടന മുഴുവൻ തകർത്തെറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഇത് പാകിസ്ഥാന് ഒരു വലിയ വെല്ലുവിളി ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഇതോടുകൂടി ഒരുപക്ഷെ പാകിസ്ഥാൻ പാഠം പഠിച്ചിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യ പഠിപ്പിക്കും എന്ന് തന്നെയാണ്